ഓക്കെ, ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഫിലിപ്പിയൻ ലേഖനം വാക്യം ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കുക അത്രേ വേണ്ടത്. നമ്മൾ എപ്പോഴും അത് ചിന്തിക്കുകയും ധ്യാനിക്കുകയും നമുക്ക് അറിയുകയും ചെയ്യുന്ന ഒരു വാക്യം ഇത്. എന്നാൽ അതിന്റെ രണ്ടാമത്തെ ഭാഗമാണ് ഞാൻ കൂടുതലായിട്ടും എന്നിട്ട് സ്ട്രെസ് ചെയ്യാനായിട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ പ്രബോധിപ്പിച്ചത്. അതായത്, എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തു യേശുവിൽ കാക്കും. ഇംഗ്ലീഷിലാണെങ്കിൽ then the peace of God which passes all understanding will guard your hearts and your minds in Christ Jesus. അപ്പൊ ഇത് ഞാൻ ഒരു ചെറിയൊരു അനുഭവത്തിൽ കൂടിയാണ് ഞാൻ കൂടുതലും ഇത് ഇന്ന് രാവിലെ മനസ്സിലാക്കിയത്. ആക്ച്വലി ഞങ്ങളുടെ മകൻ ഒരു എക്സാം എഴുതാൻ പോവായിരുന്നു. ആക്ച്വലി എക്സാമിന് അവിടെ ബാംഗ്ലൂരിൽ 8 മണിക്ക് എത്തണം. ഇവിടുന്ന് പുറപ്പെട്ടപ്പോഴേ ട്രെയിന് 2 മണിക്കൂർ ലേറ്റാ. ഇപ്പൊ അത് ലേറ്റ് ആയിക്കൊണ്ടിരിക്കുക. റിപ്പോർട്ട് ചെയ്യേണ്ട സമയം 8 മണിക്കാ. ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 9-9:30 ആവും അവിടെ എത്തുമ്പോൾ. അപ്പം എക്സാം ഹാളിൽ അവർ കയറ്റുമോന്ന് അറിയത്തില്ല. പക്ഷേ ദൈവത്തിന്റെ സമാധാനം എന്ന് പറഞ്ഞാൽ ഇത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സമാധാനമാണ്. അതായത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലും കർത്താവ് എങ്ങനെ സമാധാനം തരും? ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ ചെയ്യേണ്ടത്? നമ്മള് ഞാൻ ഇത് വായിച്ചപ്പം ചിന്തിക്കുമായിരുന്നു, മനസ്സിലാക്കുമായിരുന്നു. അതായത് 6-ാമത്തെ വാക്യം, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ഇംഗ്ലീഷിൽ അതിങ്ങനെ പറയുന്നത് ബി ആങ്ഷ്യസ് ഫോർ നത്തിങ്. അതൊരു കമാൻഡാ, ദൈവത്തിന്റെ ഒരു കമാൻഡാ. ദൈവം ഒരു 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 കമാൻഡ് പറയുക, ബി ആങ്ഷ്യസ് ഫോർ നത്തിങ്. അപ്പൊ നമുക്ക് ആങ്ഷ്യസ് ഒരു കാര്യത്തിലും നമ്മൾ ആങ്ഷ്യസ് ആകരുത്. ഞാൻ എന്നെ തന്നെ എന്റെ കാര്യം തന്നെ ചിന്തിക്കുമായിരുന്നു, എപ്പോഴെങ്കിലും ഈ കമാൻഡ് ഞാൻ ലംഘിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാൻ എന്താകും? അങ്ങനെ ചില സാഹചര്യങ്ങളിൽ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ആ സമയത്ത് ഇത് നമുക്ക് വിചാരപ്പെടാതെ ഇരുന്നാൽ, അങ്ങനെ വിചാരപ്പെടാതെ ഇരിക്കുമ്പോഴാണ്, വിചാരപ്പെടരുത്. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? സ്തോത്രത്തോടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ അറിയിച്ചാൽ മതി. അറിയിക്കുക, ജസ്റ്റ് ഒന്ന് പറയുക, അത്രേ ഉള്ളൂ. നമ്മള് ഞങ്ങൾ എപ്പോഴും ഞാൻ ചിന്തിക്കാറുള്ള പോലെ, കർത്താവേ എന്നോട് കരുണയുണ്ടാകണമേ, എങ്ങനെയെങ്കിലും ശരിയാവണമേ, അങ്ങനെ ഒന്നും നമ്മൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കാര്യങ്ങൾ അറിയിക്കുക. ഈ അറിയിച്ചു കഴിയുമ്പോഴുള്ള കാര്യമാണ് നമ്മുടെ ചിന്താ വിഷയം. അതായത് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം. ഇംഗ്ലീഷിൽ അത് ഞാൻ പറഞ്ഞല്ലോ, വിൽ ഗാർഡ് യുവർ ഹാർട്ട് ആൻഡ് മൈൻഡ് വിച്ച് പാസത്ത് ഓൾ അണ്ടർസ്റ്റാൻഡിങ്. അതാണ് ഇംഗ്ലീഷ് വേർഡ്. എന്ന് വെച്ചാൽ എന്തോ, അതാ എനിക്കൊന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മുടെ സാധാരണ അറിവില് അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് നമുക്ക് സാധിക്കത്തില്ല. അതായത് ഒരു കാര്യം നമുക്ക് പറഞ്ഞ ഒരു ഇമ്പോർട്ടന്റ് എക്സാമിന് പോവാം. ഇമ്പോർട്ടന്റ് എക്സാമിന് പോകുന്നുണ്ടേ അവിടെ 8 മണിക്ക് എത്തേണ്ടപ്പോഴ് ട്രെയിൻ ലേറ്റായി. ട്രെയിൻ ലേറ്റ് ആയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും അവിടെ എത്താൻ പറ്റത്തില്ല. ആ സമയത്ത് കർത്താവാണ് ഇത് പെർമിറ്റ് ചെയ്തത്. കർത്താവിന്റെ പെർമിഷൻ ഇവിടെ ഉണ്ട്. കർത്താവ് ഇസ് ഓവർ ഓൾ എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടേ നമുക്ക് വലിയ സമാധാനം. കർത്താവിന്റെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ഈ മകൻ തന്നെ പണ്ട് ഒരു ട്രെയിൻ യാത്ര പോയത്, അത് 2013 തോന്നുന്നു, ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ്. അവനും അവന്റെ ഫ്രണ്ടും കൂടെ ബീഹാറിൽ റെക്സോൾ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മിഷൻ ട്രിപ്പ് പോയി. ഒരു 1.5 വയസ്സായപ്പോഴത്തെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദ്യത്തെ ഒരു വർഷം കഴിഞ്ഞ് 1 മാസം അവധി ഉണ്ടായിരുന്നു. അപ്പൊ രണ്ടുപേരും കൂടെ മിഷൻ ഹോസ്പിറ്റൽ വിസിറ്റിനായിട്ട് പോയി. തിരിച്ചു വരാനായിട്ട് അവർക്ക് റെക്സോളിൽ നിന്ന് ഒരു ട്രെയിൻ പിടിച്ച് കാൽക്കട്ടായി വന്നിട്ട് കാൽക്കട്ടായിൽ നിന്നൊരു ഫ്ലൈറ്റ് പിടിച്ച് വരണം. ഈ റെക്സോളിൽ നിന്നുള്ള ട്രെയിൻ എപ്പോഴും ലേറ്റാ. ഈ ട്രെയിൻ അസാധാരണമായിട്ട് ലേറ്റായി, ഒരു 5-6 മണിക്കൂർ ലേറ്റായി. അപ്പം ഓൾമോസ്റ്റ് 100% ഷുവറായി ഒരു കാരണവശാലും ഫ്ലൈറ്റ് കിട്ടത്തില്ല എന്നുള്ളത്. അപ്പം വിളിച്ച് ഞങ്ങളെ അറിയിച്ചു. ഫ്ലൈറ്റിന്റെ ടിക്കറ്റ്സ് ഒക്കെ നമുക്കറിയാമല്ലോ, നമുക്കൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ടിക്കറ്റ്സ് ആയി. ഒരു ടിക്കറ്റ് എടുക്കുന്നതിന് നമ്മൾ വളരെ കഷ്ടപ്പെട്ടിട്ടാ. അപ്പം മാത്രമല്ല, വേറൊരു ടിക്കറ്റ് റീഷെഡ്യൂൾ ചെയ്ത് കിട്ടണം, പൈസ അത്രയും ചെലവ്. അപ്പൊ ഇങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോ ആദ്യം ചെയ്ത കാര്യം ഇതാ. അതായത് ഹൃദയങ്ങളെയും നിലവുകളെയും
കർത്താവിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ സമാധാനം കാക്കാനായിട്ട് വിട്ടു. എന്താ ചെയ്തത്? ഞങ്ങളുടെ ആവശ്യം കർത്താവിനോട് അറിയിച്ചു, സ്തോത്രത്തോടു കൂടെ. എന്നിട്ട് ഞങ്ങള് പക്ഷെ ഞങ്ങള് വിചാരിച്ചു, ഓക്കെ അവരെ വിളിച്ചു നോക്കാം എന്ന് വിചാരിച്ച് ഈ എയർലൈൻസിനെ വിളിച്ചു. ഒരു എയർലൈൻസിനെ വിളിച്ചു. എന്നിട്ട് അവരോട് പറഞ്ഞു, ഇങ്ങനെ ഒരു അൺഎക്സ്പെക്റ്റഡ് അക്കറൻസ് ഉണ്ടായി, ടിക്കറ്റ് റീഷെഡ്യൂൾ ചെയ്ത് തരാമോ എന്ന് ചോദിച്ചു. ഞങ്ങൾ ഇവിടെ ഇരുന്ന് വിളിക്കുക, ബീഹാർ കാൽക്കട്ടയിലെ കാര്യമോ, ഒന്നും അറിയാത്തത്, ഭാഷ പോലും നമുക്കറിയത്തില്ല. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അടുത്ത ദിവസത്തേക്ക് ഇതേ ഫ്ലൈറ്റില് ഒരു പൈസ എക്സ്ട്രാ ചെലവില്ലാതെ അവർ റീഷെഡ്യൂൾ ചെയ്ത് തന്നു. മാത്രമല്ല അവർക്ക് കൽക്കട്ടയിൽ താമസിക്കാൻ ഒരു സ്ഥലം വേണം. അതും വളരെ അതിശയകരമായിട്ട് ഒരു കോണ്ടാക്ട് വഴി ഒരു വിശ്വാസിയുടെ ഒരു സ്ഥലം കിട്ടി. ഇവർ രണ്ടുപേരും അവിടെ പോയി താമസിച്ചു. അടുത്ത ദിവസം ഒരു എക്സ്ട്രാ ചെലവില്ലാതെ അവർ തിരിച്ചു വന്നു. ഞാനപ്പം എനിക്ക് പറയാനുള്ളത്, കർത്താവ് നമ്മുടെ ആവശ്യങ്ങൾ അറിയാം. കർത്താവ് നമ്മുടെ എല്ലാ ആവശ്യവും അറിയാം. കർത്താവ് അത് ഏറ്റവും ബെസ്റ്റായിട്ട് നടത്തും. ഈ നോളജ് നമുക്കുണ്ടെങ്കിൽ, ഈ കാര്യം നമ്മുടെ തലയ്ക്കകത്തും നമ്മുടെ ഹൃദയത്തിനകത്തും ഉണ്ടെങ്കിൽ, നമ്മൾ പിന്നെ ഒരു കാര്യത്തിലും വിചാരപ്പെടേണ്ട ആവശ്യമില്ല. അത് ഞാൻ കഴിഞ്ഞൊരു കാര്യമാണ് പറഞ്ഞത്. ഇപ്പം നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് പരീക്ഷയ്ക്ക് ലേറ്റ് ആവും, പക്ഷെ കർത്താവിന്റെ പീസ്. ഇതിനകത്ത് ഒരു വാക്യം പ്രത്യേകമുള്ളത് ഇംഗ്ലീഷിൽ ഗാഡ് എന്നുള്ളത്. ഒരു കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകത്തില്ലാത്തപ്പോഴും എന്താ ഇങ്ങനെ വന്നേ, അയ്യോ എന്ന് തോന്നാവുന്ന സമയത്ത് ഒരു വലിയൊരു ഗാർഡ് പോലെ, എന്ന് വെച്ചാൽ വലിയൊരു നമ്മുടെ വീടിന്റെ ചുറ്റും കുറെ ഗാർഡ്സ് നിൽക്കുമെന്ന് വിചാരിച്ചോ, നമുക്കൊന്നും ഒരു പ്രശ്നവും നമുക്ക് അകത്ത് വരത്തില്ല. അതുപോലത്തെ ഗാർഡാണ് ദൈവത്തിന്റെ സമാധാനം. ദൈവ സമാധാനം നിങ്ങൾ ഹൃദയങ്ങളെയും നിലവുകളെയും വാഴും. ഞാൻ ഓർക്കുക, ഇന്നലെ വൈകിട്ട് നടന്ന ഒരു ചെറിയ സംഭവം. ഞങ്ങൾക്ക് ഇവിടെ കുഞ്ഞുങ്ങളുടെ ഫ്രൈഡേ ബൈബിൾ സ്കൂൾ ഉണ്ടായിരുന്നു. അതായത് പിന്നെ കുഞ്ഞുങ്ങളെ വചനം പഠിപ്പിക്കാനായിട്ട് കൂടുന്നത്. അപ്പം എല്ലാവരും കുഞ്ഞുങ്ങളെല്ലാം വന്നു. എനിക്ക് തോന്നുന്നു ഒരു 10-30 കുട്ടികളെങ്കിലും കാണുമായിരിക്കും. അതിന് തൊട്ട് മുമ്പ് ഭയങ്കര മഴ. ഞങ്ങൾ പറയുമായിരുന്നു, വീടിന് മുമ്പിൽ കൂടെ വേണമെങ്കിൽ ബോട്ട് ഓടിക്കാം, ബോട്ടിനകത്ത് തുഴഞ്ഞു പോവാം, അതുപോലത്തെ മഴ. അപ്പം ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് പറയുക, ഫുൾ പീസാ, ദൈവത്തിന്റെ സമാധാനം. ഇത് ഇത്രയും മഴയാണെങ്കിലും ദൈവം വേണ്ടിയ കാര്യം നടക്കും. ദൈവമാണ് ഇതിനെല്ലാത്തിലും മേലെ ഉള്ളത്. ആക്ച്വലി വലിയ മഴ, കുട്ടികൾ എങ്ങനെ വരും, ടീച്ചേഴ്സ് എങ്ങനെ വരും, അതെല്ലാം കഴിഞ്ഞേച്ച് ഹോളിനകത്തെ കറണ്ടും പോയി. കറണ്ട് ട്രൈ ചെയ്യുക ഞങ്ങൾ എങ്ങനെയെങ്കിലും ശരിയാക്കാനായിട്ട്. കറണ്ടും വരുന്നില്ല. ആ സമയത്തും ഉള്ളത് ഈ ദൈവ സമാധാനമാണ്. ദൈവസമാധാനം ദൈവം വളരെ അതിശയമായിട്ട് നടത്തി. അത്രയും മഴയായിരുന്നെങ്കിലും, അത്രയും കറണ്ട് ആണെങ്കിലും, ദൈവത്തിന്റെ വചനം, ആ വചനത്തിന്റെ ശക്തിയില് അത് ദൈവം കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. ഞാൻ പറയാൻ വന്നത് ഈ ഗാർഡിങ് അവർ ഹാർട്ട് ആൻഡ് മൈൻഡ്. ഇനി ഞാൻ ഒരു വാക്യം കൂടെ വായിക്കാം. എന്നെ ഇത് ആഴ്ച വളരെ ചിന്തിപ്പിച്ച ഒരു വാക്യം. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം അതിന്റെ 44-ാം വാക്യം. മത്തായി 13. ദൈവരാജ്യത്തെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ വേറൊരു മീറ്റിങ്ങിന് പ്രിപ്പയർ ചെയ്തപ്പോഴാണ് ദൈവരാജ്യം എന്തുവാ, സ്വർഗരാജ്യം എന്തുവാന്ന് ചിന്തിച്ചപ്പോഴാണ് ഈ വചനം കർത്താവിനെ ഓർപ്പിച്ചേരുകയും അതെനിക്ക് വലിയൊരു റെവലേഷൻ ആയിട്ട് മാറി തീർന്നു. മത്തായി 13-ന്റെ 44, 45, 46. സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശം. അതൊരു മനുഷ്യൻ കണ്ടു മറച്ചിട്ട് തന്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശം. അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാറെ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി. ഈ നമ്മൾ ഒത്തിരി പ്രാവശ്യം വായിച്ചിട്ടുള്ള, പലപ്പോഴും നമുക്ക് പറ്റുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ദൈവവചനം ഒത്തിരി പ്രാവശ്യം വായിക്കുകയും കാണാതെ പഠിക്കുകയൊക്കെ ചെയ്തിട്ട് അതിന്റെ പവർ ചിലപ്പോൾ നമുക്ക് മനസ്സിലാവത്തില്ല. നമ്മുടെ മനസ്സ് ഇതിനങ്ങ് തഴമ്പിച്ചു പോകും, നമുക്കത് മനസ്സിലാവത്തില്ല. ഈ ദൈവം ഏതായാലും എൻ്റെ ആ തഴമ്പ് മാറ്റിയിട്ട് ഒരു പുതിയ റെവല്യൂഷൻ എനിക്ക് തന്നു. ഞാൻ അതിന്റെ എക്സൈറ്റ്മെന്റിലായി 2 ദിവസമായിട്ട് ജീവിക്കുന്നത്. അത് പറഞ്ഞിരിക്കുന്നത് ദൈവരാജ്യം അല്ലെങ്കിൽ കിങ്ഡം ഓഫ് ഗോഡ് എന്തുവാണ്. അതായത് ഞാനത് ചിന്തിച്ചത് ഈ കിങ്ഡം എന്ന് പറഞ്ഞാൽ എന്തുവാ. കിങ്ഡം എന്ന് പറഞ്ഞാൽ ഒരു കിങ് ഉണ്ട്, കിങ്ങിന്റെ പ്രജകളും ഉണ്ട്, കിങ്ങിന്റെ ആൾക്കാരും ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു കിങ്ങും ഉണ്ട്, ഒരു പ്രജയും ഉണ്ട്, കുറെ ആൾക്കാരും ഉണ്ട്. അപ്പൊ ഇതിന്റെ വില ഒരു മനുഷ്യന് മനസ്സിലായി.
മനുഷ്യന് മനസ്സിലായിട്ട് അയാൾ എന്ത് ചെയ്തു? തനിക്കുള്ളതൊക്കെയും വിറ്റിട്ട് ആ ആ ട്രഷർ കിട്ടാനായിട്ട് ആ വയലോടെ അങ്ങ് വാങ്ങി. മറ്റേ ആൾ എന്തോ ചെയ്യുന്നത്? മറ്റേ ആള് ഒരു മുത്തിന്റെ കാര്യം പേൾ ഓഫ് ഗ്രേറ്റ് പ്രൈസ് എന്നാ എഴുതിയിരിക്കുന്നെ. അപ്പം ആ പേൾ കിട്ടാൻ വേണ്ടി തനിക്കുള്ളതൊക്കെയും വിറ്റിട്ട് ആ പേൾ അയാൾക്ക് അതിന്റെ വില മനസ്സിലായി. അപ്പൊ ഇനി ഞാൻ തിരിച്ച് എന്റെ വിഷയത്തിലോട്ട് വരട്ടെ. ദൈവരാജ്യം എന്ന് പറയുന്നത്, സ്വർഗരാജ്യം എന്ന് പറയുന്നത്, സ്വർഗത്തിലെ ദൈവവും കർത്താവിനെ വിശ്വസിച്ച നാം എല്ലാവരും. അപ്പം നമുക്ക് മനസ്സിലായി, എനിക്ക് മനസ്സിലായി, കർത്താവിന്റെ കാര്യങ്ങളും കർത്താവിന്റെ മക്കളുടെ കാര്യങ്ങളുമാണ് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ളത്, ഏറ്റവും വിലമതിക്കാവുന്നത്. അപ്പൊ ബാക്കി എല്ലാം മാറ്റി വെച്ചിട്ട് ഈ ഒരു കൂട്ടായ്മയിലേക്ക് പിന്നെയും പിന്നെയും വരുവാനും സന്തോഷിക്കുവാനും എല്ലാം ഇടയായി തീർന്നു. അപ്പൊ ഞാൻ ഇന്നലെ ആലോചിക്കുവായിരുന്നു. ഇന്നലെ ഞങ്ങളുടെ വീട്ടിൽ ഒരു കുടുംബം ഉണ്ടായിരുന്നു. അവര് കുറെ നേരം അവരുടെ കുറെ ആവശ്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. രാത്രി 12 മണി കഴിഞ്ഞു. പക്ഷേ ഇതുപോലത്തെ വിലയാ ആ ചെറിയ സമയത്തിനുണ്ടായിരുന്നത്. ഒരു 7:30 തൊട്ട് 12 മണി വരെ പല കാര്യങ്ങൾ ഓർക്കുകയും, ചിന്തിക്കുകയും, പ്രാർത്ഥിക്കുകയും, ഡിസ്കസ് ചെയ്യുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ അതിന്റെ വില എന്ന് പറഞ്ഞാൽ ഈ ഒരു എന്ത് പറയുന്നെ, നിധിയോട് സദൃശം, വലിയൊരു മുത്തിനോട് സദൃശം. ആ സമയം വേറെ ഒന്നിനും ചെലവാക്കാനായിട്ട് തോന്നുന്നില്ല. അവരുടെ കൂടെ ഒരുമിച്ചിരുന്ന് ആത്മീയ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനും, കർത്താവിന് പല കാര്യങ്ങളുടെ സൊല്യൂഷൻ കണ്ടെത്താനും, സന്തോഷിക്കുവാനും. ഞാൻ ഓർക്കുമായിരുന്നു, ഇത്രയും വലിയ ഒരു കാര്യമാണ് ദൈവരാജ്യം. അപ്പൊ ദൈവരാജ്യം എന്ന് പറയുമ്പം ഇങ്ങനെ മാത്രം ചിന്തിക്കരുത്. അതായത് കർത്താവിനെ അറിയാന്നുള്ള അതല്ല, അത് മാത്രല്ല, രാജ്യമാ. അപ്പൊ ദൈവവും ദൈവമക്കളും, ഇതിനാണ് നമ്മള് 7 ദിവസവും 24 മണിക്കൂറും ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടിയത്. അതായത് ദൈവമക്കളുടെ കാര്യത്തിനും ദൈവത്തിന്റെ കാര്യങ്ങൾക്കും. അപ്പൊ ഇതും ഞാൻ നേരത്തെ വായിച്ച വാക്യം കൂടെ കോറിലേറ്റ് ചെയ്ത് ചിന്തിക്കുമായിരുന്നു. അതായത് ദൈവരാജ്യത്തിലുള്ള ഉള്ള പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ നേരത്തെ കണ്ട ഒരു കാര്യം. അതായത് ഈ ദൈവരാജ്യത്തിന്റെ ഒരു പ്രിൻസിപ്പിളാണ് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. ഞാൻ ഓർക്കുമായിരുന്നു, അതൊരു വലിയ ഒരു വലിയ നിധിയാ. സാധാരണ ആൾക്കാർ ഒരു പ്രയാസം വന്നാൽ എന്താ ചെയ്യുന്നത്? എന്ത് ചെയ്യും, എങ്ങനെ ഇത് ശരിയാക്കും, അങ്ങനെയാ. പക്ഷെ ദൈവരാജ്യത്തിന്റെ മുത്തോ, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ എത്ര മാത്രം കൂടുതൽ സമയം ഈ ദൈവരാജ്യത്തിന്റെ കാര്യങ്ങൾ പഠിക്കാനും, വായിക്കാനും, അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും, അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാനും, നമ്മുടെ ജീവിതത്തിൽ പ്രാബല്യമാക്കാനും ശ്രമിക്കണം. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര അനുഗ്രഹിക്കപ്പെട്ട ജീവിതം. ഞാൻ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു, കർത്താവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്കുണ്ടായ സ്വത്ത് എന്തുവാന്ന് വെച്ചാൽ, ഈ ലോകത്തിൽ ഒന്നിനെ കുറിച്ചും പേടിയില്ല, വരുവാനുള്ളതിനെ കുറിച്ച് അല്ലെങ്കിൽ മരണത്തെ കുറിച്ചും പേടിയില്ല. ഇതിനെക്കാട്ടിലും കൂടുതൽ ഒരു ഗുഡ് ന്യൂസ് എന്തോ നമുക്ക് ഉള്ളത്? വേറെ ഒന്നും നമുക്ക് ആവശ്യവുമില്ല, വേണ്ട താനും. ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കട്ടെ. ഈ വലിയ രണ്ട് പ്രിൻസിപ്പിൾസാ ഞാൻ പ്രാർത്ഥിക്കുക, എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും ഈ ഒരാഴ്ച ഈ രണ്ട് പ്രിൻസിപ്പിൾസ് നമ്മുടെ മനസ്സിൽ പിന്നെയും പിന്നെയും പിന്നെയും, അതായത് ഒന്നിനെ കുറിച്ചും വിചാരപ്പെടേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, ട്രെയിൻ ലേറ്റായി, പരീക്ഷയ്ക്ക് എത്തുമോ എന്ന് അറിയത്തില്ല, ദൈവത്തിന്റെ കയ്യില. കർത്താവിന്റെ ഹിതമാണെങ്കിൽ എത്തും, കർത്താവിന്റെ ഹിതമാണെങ്കിൽ അത് എഴുതും. ഈ ഒരു സമാധാനം, ഇത് ദൈവത്തിന്റെ ഒരു കാര്യം കൂടെ പറയട്ടെ ഞാൻ, ഇത് ദൈവത്തിന്റെ സമാധാനമാണ്. അതായത് സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം, അതായത് ട്രയൂൺ ഗോഡ്, ത്രിയേക ദൈവത്തിനെ കീപ്പ് ചെയ്യുന്ന സമാധാനമാണ്. ഈ സമാധാനമാണ് നമ്മളെ കാക്കാൻ പോകുന്നത്. നമ്മളുടെ ചെറിയ സമാധാനമല്ല. നമ്മളുടെ സമാധാനം എന്തുവാ? പരീക്ഷയ്ക്ക് ജയിക്കുമ്പോൾ ഉള്ള സമാധാനം, ഒരു അഡ്മിഷൻ കിട്ടുമ്പോഴുള്ള സമാധാനം, ഒരു ജോലി കിട്ടുമ്പോഴുള്ള സമാധാനം. പക്ഷെ സമാധാനം എന്ന് പറയുന്നത് പരീക്ഷയ്ക്ക് തോക്കുമ്പോഴും ഉള്ള സമാധാനം, ജോലി കിട്ടാത്തപ്പോൾ ഉള്ള സമാധാനം, പരീക്ഷ പാസ്സാവാത്തപ്പോഴുള്ള സമാധാനം, പ്രയാസങ്ങൾ, ഒന്നും ചെയ്യാൻ പറ്റാത്ത സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങളുള്ള സമയത്തെ സമാധാനം. എനിക്കത് എത്ര പറയേണ്ടിയെന്ന് അറിയത്തില്ല. ആ ദൈവ സമാധാനം നമ്മളെ ദിനവുകളെയും ഹൃദയങ്ങളെയും കാക്കട്ടെ. മാത്രമല്ല, ഇതാണ് ദൈവരാജ്യം. ഈ കാര്യം അനുഭവിക്കുകയും മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കുകയും, അതിലെ സന്തോഷമാണ് ദൈവരാജ്യം. ആ ദൈവരാജ്യത്തിന് വേണ്ടി നമുക്ക് ഉള്ള ബാക്കി എല്ലാത്തിന്റെ സമയം മാറ്റി വെച്ചിട്ട്, എല്ലാം വിറ്റിട്ട് ഈ ഒരു കാര്യം നേടാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിക്കാം?
ദൈവമേ സുഹൃത്താവേ, ഒരു പ്രാവശ്യം കൂടെ അങ്ങയുടെ ഭാഗത്ത് വന്ന് വചനം കേൾക്കുന്ന സമയത്തിനാണ് നന്ദി പറയുന്നത് കർത്താവേ. കേട്ടിട്ട് നല്ല വചനം കാശ് സ്തോത്രം കർത്താവേ. ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ പ്രായോഗിക ജീവിതത്തിൽ പലപ്പോഴും ഭാരപ്പെടുന്നവരും ആകുലപ്പെടുന്നവരും ചെറിയ സമാധാനത്തിൽ ആശ്രയിക്കുന്നവരുമായി ഞങ്ങളുടെ സമാധാനം കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. സന്തോഷം വരുമ്പോൾ മാത്രമേ ഉള്ളൂ സമാധാനത്തെ ഞങ്ങൾ ആശ്രയിക്കുന്നവരുമാണ് കർത്താവേ. ആ കുറവ് ഞങ്ങളോട് ക്ഷമിക്കണം. ആ സ്വർഗീയ സമാധാനം അനുഭവിച്ച് സകല ബുദ്ധിയും കവിയുന്ന ആ സമാധാനത്തെ ഞങ്ങൾ തുടരുവാൻ ഞങ്ങളെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കും. കേട്ട നല്ല വചനം കാശ് സ്തോത്രം. കൽപ്പിച്ച നല്ല വചനങ്ങൾ ജീവിതം ചൈതന്യം തരുന്ന ആ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ ഞങ്ങളെ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. അന്നുകൂടി എല്ലാ പ്രിയപ്പെട്ട കാശ് സ്തോത്രം കർത്താവേ. അത് എല്ലാവർക്കും ഇനിയും കേൾക്കുന്നവർക്കും ഇത് അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. മാമയെ പറ്റി അവർക്കുന്നു വചനം തരാൻ ദാസി ബലപ്പെടുത്തിയോണ്ട് സ്തോത്രം. മകൻ യാത്രയിലാണല്ലോ കർത്താവെ. വിവരവും അങ്ങ് അറിയുന്നല്ലോ കർത്താവെ. നന്മയ്ക്കായിട്ടെല്ലാം കൂടി ആവരിപ്പിക്കുന്ന ദൈവത്തിന്റെ കരുത്തിലേക്ക് അഭിഷേകം ഏൽപ്പിക്കുന്നു. ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചോണ്ട് സ്തോത്രം. ഇപ്പൊ ഞങ്ങൾ പിരിയുന്നു കർത്താവെ. പിരിയാത്ത സാധനം നടക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം എല്ലാം താഴ്മ കേൾക്കണമേ. ആമേൻ. Praise the Lord.